മലയാളത്തിലെ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കുറെ കാര്യങ്ങൾ. അതിനൊരു പ്രധാന ആരോപണം പുറത്തു വന്നത് CPM-ന്റെ ഒരു MLA-ക്കെതിരെ, കൊല്ലത്തെ MLA കഴിഞ്ഞ പാർലമെന്റ് മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിക്കുമ്പോ കൊല്ലം മണ്ഡലം പിടിക്കാൻ CPM നിയോഗിച്ച സ്ഥാനാർത്ഥി M. മുകേഷ്, മൂപ്പർക്കെതിരെ 3 പേരുടെ പരാതി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഓരോ ദിവസം ഓരോ സ്ത്രീകൾ എനിക്ക് പൊതുവേദിയിൽ പറയാൻ കഴിയാത്ത, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്ത, അറയ്ക്കുന്ന രൂപത്തിൽ സ്ത്രീകളുടെ അഭിമാനത്തിൽ അയാൾ വില പറഞ്ഞ വാക്കുകൾ ഇപ്പോ കേരളം കേൾക്കാൻ. അയാളുടെ ഭാര്യ ആദ്യത്തെ ജീവിത പങ്കാളി, മലയാളികൾക്ക് പരിചയമുണ്ടായിരുന്ന ഒരു നടിയാണ് സരിത. ആ സരിതയുമായി അന്നത്തെ കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകർ നടത്തിയ ഒരു അഭിമുഖം വീണ്ടും വൈറലായിട്ടുണ്ട്. ആ മാധ്യമ പ്രവർത്തക ഈ സ്ത്രീയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവായിരുന്നു മലയാളത്തിലെ പ്രശസ്ത സിനിമാ താരം മുകേഷ്, നിങ്ങൾ എങ്ങനെയാണ് പിരിഞ്ഞത്? നിങ്ങൾക്കിടയിലുള്ള ദാമ്പത്യ ബന്ധത്തിൽ എന്തായിരുന്നു പ്രശ്നം? അവർ കൊടുക്കുന്ന മറുപടി, വീട്ടിലേക്ക് മറ്റു സ്ത്രീകളെ കൊണ്ടുപോയി ഞാൻ നിറഗർഭിണിയായി മദ്യപിച്ച് വന്ന് എന്റെ നാഭിക്ക് ചവിട്ടിയിട്ടുണ്ട്. ഇയാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ അയാൾക്ക് കൊടുത്തിട്ടു. എന്നെയും എന്റെ മക്കളെയും ഒരു ഉളുപ്പുമില്ലാതെ പുറത്താക്കിയാണ് അയാൾ. തല്ലിച്ചവക്കാതെ അയാൾ വീട്ടിലുള്ള ദിവസങ്ങളിൽ ഒരു രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്റെ വീട്ടിലേക്ക്, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് പരസ്ത്രീകളുമായി അയാൾ കയറി വന്നപ്പോ ഞാൻ മിണ്ടിയിട്ടില്ല. ഇത് പറയുമ്പോ അന്നത്തെ ആ ചോദ്യങ്ങൾ ചോദിച്ച അന്നത്തെ മലയാളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ അവർ കണ്ണു തുടക്കുന്നു, അവര് മൂക്ക് പിടിയുന്നു. ഇനി ഞാൻ ആ മാധ്യമ പ്രവർത്തകയുടെ പേര് പറയാം. ആ മാധ്യമ പ്രവർത്തകയെ നിങ്ങൾ അറിയും. അന്നവർ ഇന്ത്യ വിഷന്റെ സീനിയർ സബ് എഡിറ്റർ ആയിരുന്നു. അവരുടെ പേര് വീണ ജോർജ് എന്നാണ്. അവരിപ്പോൾ ഈ കേരളത്തിൽ പിണറായി മന്ത്രിസഭയിൽ കേരളത്തിന്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. ശൈലജ ടീച്ചറുടെ പിൻഗാമിയാണ്. ആ വീണ ജോർജ് ഈ സ്ത്രീ പറഞ്ഞതാണ്, ഈ രൂപത്തിൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് പേർ അമ്മയിൽ അംഗത്വം എടുക്കാൻ പച്ചയ്ക്ക് എനിക്ക് വിജയപ്പെടണമെന്ന് പറഞ്ഞ ഈ MLA അയാൾ ഇതൊക്കെ കഴിഞ്ഞപ്പോ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്താണെന്നറിയോ? എന്താണ്? എന്നെ ഈ സ്ത്രീ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. എന്നോട് 1 ലക്ഷം രൂപ ചോദിച്ചു. 1 ലക്ഷം രൂപ ചോദിച്ച് ഞാൻ തരില്ല എന്ന് പറഞ്ഞപ്പോ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരോട് ഞാനിത് പറയും എന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ്. അതായത് ഈ പ്രത്യേക സമുദായം എന്ന് പറഞ്ഞാൽ ആ പരാതി കൊടുത്ത സ്ത്രീയുടെ പേര് ഇപ്പോ നിയമപരമായ തടസ്സമുള്ളത് കൊണ്ട് പറയാൻ പ്രശ്നമുണ്ട്. പക്ഷേ അവരുടെ പേരിന്റെ വാലിൽ ഒരു പ്രത്യേക സമുദായത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു പുരുഷന്റെ പേരുണ്ട്. അതവരുടെ ഭർത്താവായിരിക്കാം, ഉപ്പയായിരിക്കാം, ആരുമായിരിക്കും. അതുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ അവരൊരു പ്രത്യേക സമുദായത്തെ ഉപയോഗിച്ചു എന്നാണ് അവരോട് പറയുമെന്നാണ് ഞാൻ ചോദിക്കട്ടെ. ഈ കേരളം കേട്ടാൻ അറയ്ക്കുന്ന രൂപത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അറയ്ക്കുന്ന കഥകൾ ഓരോന്നായി പുറത്തു വരുമ്പോ അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരു പ്രത്യേക സമുദായത്തിന്റെ മണ്ടയ്ക്ക് ഓടിക്കയറുന്ന ഏർപ്പാട് കൊല്ലം കുറയായി നിങ്ങൾ കേരളത്തിൽ തുടങ്ങിയിട്ട്, നിങ്ങൾക്ക് അങ്ങനെ ഓടിക്കയറാൻ ഭാഗത്തിൽ ഞങ്ങൾ അന്നും ഈ സമുദായത്തെ വിട്ടുതന്നിട്ടില്ല, ഇനിയും വിട്ടുതരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ വേണ്ട. ഇത് താക്കീതാണ്, മനസ്സിലാക്കിക്കോ. ഈ കളി, ഈ നാണം കെട്ട ഏർപ്പാട് സഖാക്കളെ ഇതിവിടെ അവസാനിപ്പിച്ചു. ഇതാ നിങ്ങൾക്ക് നല്ലത്. ഇതിന് കേരളം വില കൊടുക്കേണ്ടി. ഓർത്തോ, നേതാക്കന്മാർക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ തൊട്ടടുത്ത മണ്ഡലത്തിലല്ലേ ലതിക ടീച്ചറെ, KK ലതിക ഒരു MLA, മുതിർന്ന മാധ്യമ പത്രത്തിന്റെ രാഷ്ട്രീയ നേതാവ്. കേരളത്തിലെ പോലീസ് കേരള ഹൈക്കോടതിയുടെ മുന്നിൽ ഇതുണ്ടാക്കിയത് കാസിമല്ല എന്ന് രേഖാമൂലം പറഞ്ഞ് അന്ന് വൈകിട്ട് ചാനലുകളിൽ ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ.
സ്നേഹമുള്ള പേരാമ്പ്രങ്ങാടിയിലെ CPM പ്രവർത്തകന്മാര്, ഞാൻ നിങ്ങളുടെ മനസാക്ഷിക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. ആ ചർച്ചയിലേക്ക് കയറുന്നതിന് മുൻപും സ്നേഹമുള്ളവരെ, ഞാൻ അവരുടെ ഫേസ്ബുക്ക് പേജ് നോക്കി. ആ നിമിഷം വരെ പിണറായി പോലീസിന് ബോധ്യപ്പെട്ട ഒരു സത്യം, അത് അവരുടെ ഫേസ്ബുക്കിൽ നീക്കാൻ യൂത്ത് ലീഗുകാരാണ് ഉണ്ടാക്കിയത് എന്ന പേരിൽ അത് ലീഗിന്റെ തലയിൽ കെട്ടിവെച്ച് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് പിടിക്കാൻ ഏപ്രിൽ മാസം 25-ാം തീയതി വൈകിട്ട് അവരുടെ പോസ്റ്റ് അത് അന്നും അവർ നീക്കിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവരത് നീക്കം ചെയ്തത്. എന്ന് വെച്ചാൽ അവസാനത്തെ നിമിഷം വരെ അവർ ഈ നുണയുടെ മുകളിൽ പിടിച്ചു നിന്നു എന്നതാണ്. അവരിത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ്. ഈ നെറുകെട്ട ഇത് തിരുത്താൻ ആ പാർട്ടിക്ക് താരങ്ങളുണ്ട്. ഗോവിന്ദ മാഷോട് ചോദിച്ചാലോ, മാഷ് പറയുന്നത് അന്വേഷണം ഇനിയും മുന്നോട്ട് പോകട്ടെ, അത് ഉണ്ടാക്കിയത് UDF ആണെന്ന് തെളിയുമെന്നാണ് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ അവസാനിപ്പിക്കരുത് ഈ അന്വേഷണം. നിങ്ങൾ ആ റിവേഴ്സിനെ പിടിക്കുക, അവന്റെ ഫോൺ പരിശോധിക്കുക, അവനത് എവിടുന്ന് കിട്ടിയെന്ന് അന്വേഷിക്കുക. ഞങ്ങൾ ഉറപ്പുണ്ട് അവസാനിക്കുന്നത് AKG സെന്ററിന്റെ പിന്നാമ്പുറത്തായിരിക്കും. അതുകൊണ്ടാണ് റിവേഴ്സിന് പുറത്തേക്ക് ഒരു പോരിലേക്ക് പിണറായി വിജയന് പോവാൻ കഴിയാത്തത്. ഞങ്ങളിത് പറയുന്നത് നാളെയും ഞാൻ അവസാനിപ്പിക്കാൻ, നാളെയും ഈ വടകരയിൽ ഈ പേരാമ്പ്ര തെരഞ്ഞെടുപ്പുകൾ നടക്കും. ഇനി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കുന്ന ആവേശം, അതിന്റെ ഫലം പുറത്തു വരുന്നതോടെ തീരും. നിങ്ങൾ പേരാമ്പ്രക്കാർ, നിങ്ങൾ വടകരക്കാർക്ക് ഇവിടെ സഹോദരങ്ങളെ പോലെ ജീവിക്കണം. നിങ്ങൾക്കിവിടെ സംശയമില്ല, ഭയമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കണ്ടേ? അങ്ങനെ ജീവിക്കണമെങ്കിൽ ഈ വടകരയിലെങ്കിലും നമ്മൾ RSSനേക്കാൾ ഒരു പക്ഷേ ഭയക്കേണ്ടത് CPMനെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു അവസരമാണിത്. ഇപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്